നീറ്റ് പരീക്ഷാ ക്രമക്കേട് കഴിഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ഒരു വിഷയം കേന്ദ്ര സർക്കാരിനെതിരെ ഇങ്ങനെ പുകഞ്ഞു കത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് E20 പെട്രോൾ തന്നെയാണ്. ഒരു പക്ഷേ നേരത്തെ തന്നെ പല രീതിയിൽ പല കോണുകളിൽ നിന്ന് പരാതികൾ, വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞ വിഷയമാണ് E20 എന്നത്. എഥനോൾ ബ്ലെൻഡ് പെട്രോൾ, 20% എഥനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോൾ അത് രാജ്യത്ത് നിർബന്ധമാക്കി കഴിഞ്ഞിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. പക്ഷേ ഇതുകൊണ്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് വാഹന ഉടമകൾ. അവരാകെ കുഴപ്പത്തിലായിരിക്കും എന്ന് പറയേണ്ടി വരും. കാരണം ഈ പെട്രോൾ അടിച്ചു കഴിയുമ്പോൾ, ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ വാഹനങ്ങൾക്ക് തുടരെ കേടുപാടുകൾ ഉണ്ടാകുന്നു, എഞ്ചിൻ തകരാറിലാകുന്നു, സ്പെയർ പാർട്സുകൾക്ക് തകരാറുണ്ടാകുന്നു, ഇന്ധനക്ഷമത കുറയുന്നു, മൈലേജ് കിട്ടുന്നില്ല. അങ്ങനെ നിരവധി പരാതികൾ, വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇത്തരത്തിലുള്ള നീക്കം അത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ കുടുംബത്തിന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയെന്നാണ് ആരോപണം ഉയരുന്നത്. അടുത്തത് ഇതായിരിക്കും വിഷയം. ഇതിനുവേണ്ടി ഇപ്പോൾ പ്രത്യേക അക്കൗണ്ട് ഇൻസ്റ്റഗ്രാമിൽ സജീവമായി കഴിഞ്ഞിട്ടുണ്ട്. CJPക്ക് സമാനമായി EJP എന്ന പേരിലാണ് അക്കൗണ്ട്. അതിന് നിരവധി ഫോളോവേഴ്സും ഉണ്ട്. EJP എന്ന് വെച്ചാൽ E20 ജനതാ പാർട്ടി എന്ന പേരിലാണ് പുതിയ അക്കൗണ്ട് രൂപമായിരിക്കുന്നത്. അടുത്തത് നിതിൻ ഗഡ്കരിയുടെ രാജിയായിരിക്കുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. നേരത്തെ നമ്മളത് പറഞ്ഞു കഴിഞ്ഞു, അടുത്തത് ഗഡ്കരിയാണെന്ന്. അതിലേക്കുള്ള പോക്കാണോ? ഈ ജന്തർ മന്ദർ സമരം കഴിഞ്ഞ ഉടൻ തന്നെ കഴിഞ്ഞ ശേഷമുള്ള റീലുകളുണ്ടല്ലോ, ജന്തർ മന്ദർ സമരത്തിൽ നിന്ന് വന്ന റീലുണ്ട്, സമരം കഴിഞ്ഞതിന് ശേഷം വന്ന റീലിൽ ഏറ്റവും കൂടുതൽ ട്രാക്ഷൻ ആയിട്ടുള്ള റീല് പോലീസ് ചാച്ചാ നിതിൻ ഗഡ്കരിക്ക് ടൈം മിലെങ്കെ ടാറ്റ കൊടുക്കണം പോലീസുകാർക്ക്. അതായത് ഇനി അടുത്തത് നിതിൻ ഗഡ്കരിയുടെ സമരത്തിന് വരുമ്പോൾ കാണാമെന്നുള്ളതാണ്. ഭയങ്കരമായ ട്രാക്ഷൻ ഉണ്ടായിരുന്നു അതിന്. അപ്പോൾ ഈ സമരം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇൻസ്റ്റയിൽ ഈ E20 പെട്രോളുമായി ബന്ധപ്പെട്ട കണ്ടന്റുകളുടെ ഒരു വലിയ തോതിലുള്ള ആധിക്യം നമുക്ക് കാണാൻ കഴിയും. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ CJPയുടെ രൂപീകരണത്തിൻ്റെ കാരണം എന്താണ്? ശരിക്കും CJPയുടെ രൂപീകരണത്തിന് കാരണം നീറ്റ് ചോർച്ച എന്ന് പറയുന്ന വലിയ സീരിയസ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയ പരാമർശം യുവാക്കളെ പാറ്റകളോട് ഉപയോഗിച്ച് അതൊരു പ്രകോപനമാണ്, പ്രൊവക്കേഷനാണ്. അപ്പോൾ ആ പ്രൊവക്കേഷൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി? വളരെ പെട്ടെന്ന് CJP പടർന്നു പന്തലിക്കുകയും വലിയ ഫോളോവേഴ്സ് ഉണ്ടാവുകയും ചെയ്തു. E20 പ്രശ്നം അങ്ങനെയല്ല. E20 അതിലും ഗൗരവമുള്ള കുറേ നാളുകളായി ജനം സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ എൻ്റെ വണ്ടി മിസ്സിങ് ആവുകയാണ്, അല്ലെങ്കിൽ എൻ്റെ സ്കൂട്ടർ മിസ്സിങ് ആവുകയാണ്, നമ്മളെന്താ വിചാരിക്കുക? വണ്ടി കേടായതായിരിക്കും എന്ന് വിചാരിക്കും. വണ്ടി കുറച്ച് പഴയതായല്ലോ, 10 കൊല്ലമായല്ലോ. അല്ലെങ്കിൽ പുതുതാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഇതെന്താ ഈ വണ്ടിയുടെ കുഴപ്പമാണെന്ന് നമ്മൾ വിചാരിക്കും. E20 പെട്രോൾ കൊണ്ടാണ് മിസ്സിങ് ഉണ്ടാകുന്നത്, E20 പെട്രോൾ കൊണ്ടാണ് മൈലേജ് കുറയുന്നത് ജനം ബോധ്യപ്പെട്ടു വന്നത് വളരെ അടുത്ത കാലത്താണ്. ഒരു 5-6 മാസത്തിനിടയിലാണ് അത്തരം കണ്ടന്റുകൾ ധാരാളമായി വരാൻ തുടങ്ങി. അത് ആൾക്ക് മനസ്സിലായി ഇത് പെട്രോളിൻ്റെ കുഴപ്പമാണ്, വേറെ കുഴപ്പമല്ല. അതുപോലെ ഈ വർക്ക്ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ, മുമ്പൊക്കെ നമ്മൾ വർക്ക്ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ 1, 2, 3 വണ്ടിയൊക്കെ ആയിരിക്കും പണിയാനുണ്ടാവുക. ഇപ്പോൾ 10, 15 വണ്ടിയൊക്കെയാണ് ഉണ്ടാവുക. വർക്ക്ഷോപ്പുകാർക്കും സന്തോഷമാണ്, കൂടുതൽ വണ്ടി വരുന്നു, കാർബറേറ്റ് അഴിച്ചു പണിയേണ്ടി വരുന്നു. ഈ പ്രശ്നം കൂടുതൽ രൂക്ഷമാവുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ E20 കമ്പാറ്റബിൾ ആയിട്ടുള്ള വണ്ടികളാണല്ലോ ഇപ്പോൾ ഇറങ്ങുന്നത് 2023. അപ്പോൾ അത്തരം വണ്ടികൾ വാങ്ങി ആ വണ്ടികൾ കേടാൻ തുടങ്ങി. ആ വണ്ടികൾ കേടാവാൻ തുടങ്ങുമ്പോഴാണ് ഇത് ഒരു വലിയ പ്രശ്നമായി. ഇപ്പോൾ അതൊരു 2 മാസമേ ആയിട്ടുള്ളൂ അത്തരം കണ്ടന്റുകൾ വരാൻ തുടങ്ങുന്ന ആളുകൾ പരസ്യമായിട്ട് നിതിൻ ഗഡ്കരിയെ തെറി വിളിക്കുന്നു. നമ്മളിപ്പോൾ മോദിയെയും ധർമ്മേന്ദ്ര പ്രധാനെയും തെറി വിളിക്കുന്നത് പോലെ നിതിൻ ഗഡ്കരിയെ തെറി വിളിക്കുന്ന റീലുകൾ വരുന്നത്. ആ തെറി വിളിക്കുന്നത് മറ്റാരുമല്ല, കയ്യിൽ ചരടുകെട്ടിയ സംഖ്യകൾ തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഒരു യൂട്യൂബ് വ്ളോഗർ, അയാൾ BJP അനുകൂല വ്ളോഗറാണ്. അയാളൊരു പുതിയ ഡിഫൻഡർ വാങ്ങി, വണ്ടി കേടായി, എന്നിട്ട് ഇത് അഴിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ തന്നെ ക്യാമറയായിട്ട് വന്ന് ഈ മെക്കാനിക്കിനോട് സംസാരിക്കുകയാണ്, ഇതെൻ്റെ വണ്ടിയുടെ കുഴപ്പമാണോ? അപ്പോൾ അയാൾ പറഞ്ഞു അല്ല, വണ്ടിയുടെ കുഴപ്പമല്ല, പിന്നെ എന്താ കുഴപ്പം? അത് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറയാം ഇത് പ്രശ്നം പെട്രോളിൻ്റെയാണ് എന്ന് അയാൾ തന്നെ പറയുകയാണ്. അപ്പോൾ ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ് ഇന്ത്യയിൽ E20 പെട്രോൾ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന വാഹനങ്ങൾ ഈ 90% E20 കമ്പാറ്റബിൾ അല്ല. രാജ്യത്തുള്ള വാഹനങ്ങളിൽ 90% E20 കമ്പാറ്റബിൾ. കാരണം 2020 വളരെ അടുത്താണല്ലോ ഈ കമ്പാറ്റബിലിറ്റി വന്നു തുടങ്ങിയത്. ഈ വാഹനങ്ങളിൽ മൊത്തം E20 കമ്പാറ്റബിൾ അല്ലാത്ത വാഹനങ്ങളിൽ ഈ പറയുന്ന എഥനോൾ കലർത്തിയ പെട്രോളാണ് ഒഴിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒന്നാമത്, ഈ എഥനോളും പെട്രോളും രണ്ട് വസ്തുവാണ്. അത് ബ്ലെൻഡ് ആവും എന്നുള്ളത് ശരി. രണ്ട് വസ്തു പറഞ്ഞാൽ ഒന്നിൻ്റെ ഊർജ്ജക്ഷമത കുറവാണ്. എഥനോൾ എന്ന് പറഞ്ഞാൽ പട്ടച്ചാരായാണ്. നമ്മൾ ചാരായം എന്ന് പറഞ്ഞ സാധനമാണ് എഥനോൾ. ചാരായമാണ് സാധനം. ഏറ്റവും ശുദ്ധമായ ചാരായമാണ് എഥനോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഊർജ്ജക്ഷമത എന്ന് പറയുന്നത് പെട്രോളിനേക്കാൾ കുറവാണ്. അപ്പോൾ ഈ 2 വസ്തുക്കൾ തമ്മിൽ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ഇപ്പോൾ നമ്മൾ പല റീലുകളിലും കാണുന്നത് വണ്ടിയിൽ നിന്നോ അല്ലെങ്കിൽ പെട്രോൾ പമ്പിൽ നിന്നോ കുപ്പിയിൽ വാങ്ങുന്ന പെട്രോൾ, അത് എടുത്തു നോക്കുമ്പോൾ ഒരു വശത്ത് ഒരു ലൈറ്റ് മഞ്ഞ കളർ, അതാണ് എഥനോൾ. മുകളിൽ ചുവന്ന കളറിൽ പെട്രോൾ. ഇത് രണ്ടായിട്ടാണ് കിടക്കുന്നത്, പലപ്പോഴും ബ്ലെൻഡ് ആവുന്നില്ല. അപ്പോൾ ശരിക്കും ഇത് ബ്ലെൻഡ് ആവുന്ന സാധനം തന്നെയാണ്. ഒരുപാട് രാജ്യങ്ങളിൽ ഈ പറഞ്ഞ എഥനോൾ കലർത്തിയ പെട്രോൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അത് വേറെ തന്നെ പ്രശ്നമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ ബ്രസീൽ, അമേരിക്ക, ഇവിടെയെല്ലാം എഥനോൾ കമ്പാറ്റബിലിറ്റി ഉള്ളതാണ്, എഥനോൾ കലർത്തിയ പെട്രോൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ
എഥനോൾ കമ്പാറ്റബിൾ ആയിട്ടുള്ള വാഹനങ്ങൾ പോലും കേടാവുന്നു എന്നതിനർത്ഥം ഇതിൽ ചേർക്കുന്ന എഥനോളിൽ എന്തോ പ്രശ്നമുണ്ടെന്നുള്ളതാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരുതരം സ്ലഡ്ജ് മാതിരിയൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ കാർബറേറ്റർ അഴിക്കുമ്പോൾ ആൾ തുറന്ന് കാണിക്കുന്നുണ്ട്, എന്തോ സ്ലഡ്ജ് മാതിരിയാണ് വരുന്നത്. അതുപോലെ കൊറോസീവ് എഫക്റ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ കൊറോഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് E20 കമ്പാറ്റബിൾ ആയിട്ടുള്ള കാർബറേറ്ററുകളൊക്കെ ഉണ്ടാക്കേണ്ടത്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഒന്ന്, ഇതൊരു കൊള്ള കൂടിയാണ്. കാരണം എഥനോൾ എന്ന് പറഞ്ഞ വസ്തു പെട്രോളിനേക്കാൾ വില കുറഞ്ഞ ഒരു സാധനമാണ് ഇന്ത്യയിൽ. അത് എണ്ണ കമ്പനികൾ വാങ്ങുന്നത്, ഈ ഷുഗർ മില്ലുകളിൽ നിന്ന് എഥനോൾ വാങ്ങുന്നത് GST കൊടുത്തിട്ടാണ്. GST കൊടുത്ത് എഥനോൾ വാങ്ങിയിട്ട് അവരത് പെട്രോളിൽ കലർത്തി നമുക്ക് പെട്രോളിൻ്റെ എക്സൈസ് ഡ്യൂട്ടിയും ടാക്സും ഉൾപ്പെടെ അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നടക്കുന്നത് വലിയൊരു കൊള്ളയാണത്. ഒന്ന്, സർക്കാർ ജനങ്ങളെ പെട്രോളിൻ്റെ പേരിൽ എഥനോൾ കലർത്തി കൊള്ളയടിക്കുന്നു. മറ്റൊന്ന്, ഈ പറയുന്ന ഷുഗർ മില്ലുകൾ എന്ന് പറഞ്ഞാൽ ഇത് പലതും വലിയ വലിയ രാഷ്ട്രീയ നേതാക്കളുടേതാണ്. ഇപ്പോൾ മഹാരാഷ്ട്ര വലിയ ഷുഗർ ഫാക്ടറികളുള്ളൊരു സംസ്ഥാനമാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട എഥനോൾ നിർമ്മാതാക്കളാണ് നിതിൻ ഗഡ്കരിയുടെ മക്കൾ എന്നുള്ള വിവരം പുറത്തു വന്നു കഴിഞ്ഞു. അവരുടെ വരുമാനത്തിൽ 4000 ഇരട്ടി വർധന വന്നു കഴിഞ്ഞു എന്നുള്ള വിവരം പുറത്തു വന്നു കഴിഞ്ഞു. ഈ നിതിൻ ഗഡ്കരി മാത്രമല്ല എഥനോൾ ഉണ്ടാക്കുന്നത്, പല രാഷ്ട്രീയ നേതാക്കൾക്കും ഇത്തരത്തിലുള്ള ഷുഗർ മില്ലുകളോ, ഇപ്പോൾ ശരത് പവാർ NCP നേതാവ്, അങ്ങനെ പലർക്കും വലിയ ഷുഗർ മില്ലുകളുണ്ട്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കൺസേണാണ്. ഒരു വശത്ത് എഥനോൾ കലർത്തി ടാക്സ് കൊള്ള നടത്തുന്നു സർക്കാർ, മറ്റൊന്ന് E20 കമ്പാറ്റബിൾ ആയിട്ടുള്ള വാഹനങ്ങൾ പോലും കേടാവുന്നു, മറ്റൊന്ന് രാജ്യത്ത് 90% വാഹനങ്ങളും E20 കമ്പാറ്റബിൾ അല്ലാതിരിക്കെ നമ്മുടെ മേലെ അത് നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കുന്നു. അതാണ് വെച്ചാൽ ഇപ്പോൾ ബ്രസീലിൽ 1940കളിൽ എഥനോൾ മിക്സ് ചെയ്ത പെട്രോൾ വിൽക്കുന്നുണ്ട്. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു പമ്പിൽ തന്നെ എഥനോൾ മിക്സ് ചെയ്ത പെട്രോൾ ഉണ്ടാവും, പ്യുവർ പെട്രോൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ E20 കമ്പാറ്റബിൾ ആയിട്ടുള്ള വാഹനങ്ങളിൽ വരുന്നവർ അത് വാങ്ങി ഉപയോഗിക്കും, അല്ലാത്തത് മറ്റത് വാങ്ങി ഉപയോഗിക്കും. ഇതങ്ങനെയല്ല ചെയ്തത്. നിതിൻ ഗഡ്കരി പെട്ടെന്ന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തത് എന്താണ്? എല്ലാവർക്കും എഥനോൾ കലർത്തിയ പെട്രോൾ കൊടുത്തു, മറ്റേ പെട്രോൾ ലഭിക്കാതായി. ഇപ്പോൾ ഇന്നലെ അദ്ദേഹം എന്താ പറയുന്നത്, നിങ്ങൾക്ക് പ്യുവർ പെട്രോൾ ഞങ്ങൾ തരാം, 160 രൂപ മുടക്കി അടയ്ക്കുന്നത്, അതിന് കൂടുതൽ പൈസ കൊടുക്കണമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കുക, അതെന്ത് ലോജിക്കാണത്? അതിന് കൂടുതൽ പൈസ കൊടുക്കുന്നത്, എഥനോൾ ചേർക്കാത്ത പെട്രോളിൽ നിന്നാണ് നമ്മൾ കൂടുതൽ പൈസ കൊടുക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ പല മാധ്യമങ്ങളും ചോദിച്ചിട്ടുണ്ട്. നിതിൻ ഗഡ്കരിയെ ABP നടത്തിയ ഇൻ്റർവ്യൂവിൽ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടൊന്നും ഇത് എന്നോട് ചോദിക്കേണ്ട, അത് പെട്രോളിയം മന്ത്രാലയത്തോട് ചോദിക്കുന്നത്, ഹർദീപ് സിംഗ് പുരിയോട് ചോദിക്കുക, എനിക്കറിയില്ല എന്ന് പറഞ്ഞ് കൈമുറത്തുകയാണെങ്കിൽ. ഇതേ എഥനോൾ കലർത്തിയ പെട്രോളിന് ഞാൻ 15 രൂപ പെട്രോളിന് കുറച്ച് തരാമെന്ന് ഇയാൾ പ്രസംഗിക്കുന്ന വീഡിയോ ക്ലിപ്പ് ഇപ്പോൾ വൈറലാണ്. അപ്പോൾ പച്ചക്കള്ളം പറയുക, നുണ പറഞ്ഞുകൊണ്ടിരിക്കുക, ആൾക്കാരെ പറ്റിക്കുക. ഇത് ഈ ജെൻസി പ്രൊട്ടസ്റ്റ് പോലെ നീറ്റ് എക്സാം പേപ്പർ ലീക്ക് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് ഓഫ് പീപ്പിൾ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്, സ്റ്റുഡൻസിനെ ബാധിക്കുന്നതാണ്. മറ്റതങ്ങനെയല്ല, എല്ലാവരെയും, ഈവൻ BJPക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാരെയും ബാധിക്കുന്ന സംഭവമാണ്. തീർച്ചയായിട്ടും ഈ സമരവിജയത്തോടുകൂടി ഈ സർക്കാർ ഭയക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത്തരമൊരു പ്രൊട്ടസ്റ്റ് ഉയർന്നു വരാനുള്ള സാധ്യത എല്ലാ തരത്തിലുണ്ട്. അത് വലുത് തന്നെ ചെയ്യും. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നോ നാളെ എന്നുള്ളതല്ല, അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞെന്നുള്ളതല്ല, ഈ വർഷം തന്നെ അത്തരത്തിലൊരു പ്രൊട്ടസ്റ്റ് വരും. വരും എന്നുള്ള ഭയമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത്. മുമ്പ് സംസാരിച്ച സോഷ്യൽ മീഡിയ റെയ്ഡും ആളുകൾക്കെതിരെ കേസെടുക്കുന്നതും ഭയപ്പെടുത്തുന്നതുമല്ല അതാണ്. ഞാൻ വിചാരിക്കുന്നത്, ഞാൻ പ്രതീക്ഷിക്കുന്നതും ഞാൻ മനസ്സിലാക്കുന്നതും, നമ്മൾ കണ്ട ജന്തർ മന്ദർ പ്രൊട്ടസ്റ്റ്, സ്റ്റുഡൻറ് പ്രൊട്ടസ്റ്റിനേക്കാൾ വലിയൊരു പ്രൊട്ടസ്റ്റ് E20 കാര്യത്തിൽ വരിക തന്നെ ചെയ്യുമെന്നാണ്. ശരി നിഷാദ്, അപ്പോൾ ഈ എഥനോളിൻ്റെ പേരിൽ രാജ്യത്തെ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് എന്ന് ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയോ? ഉറപ്പായിട്ടും. അതിൻ്റെ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്, E20 ജനതാ പാർട്ടിയുടെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. ഇന്നലെ വൈകുന്നേരം നോക്കുമ്പോൾ 86.5 K ആണ്. എന്ന് വെച്ചാൽ 100 Kയിൽ 1,00,000 താഴെയാണ് അതിൻ്റെ ഫോളോവേഴ്സ്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, 3.5 ലക്ഷം കഴിഞ്ഞു. ഇന്നലെ രാത്രിയിലെയും ഇന്നത്തെയും വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. വളരെ പെട്ടെന്ന് ആ പേജ് 1 മില്യണിലേക്ക് പോകുമ്പോഴാണ്. ഇനിയും കയറും. കാരണം ഈ സംഗതിയിൽ നമ്മൾ പറ്റിക്കപ്പെടുകയാണെന്നും ഭരണകൂടം ആസൂത്രിതമായി നമ്മളെ കുത്തിച്ചോർത്തുകയാണെന്നും വിചാരിക്കുന്നവരാണ് വണ്ടി ഓടിക്കുന്ന മനുഷ്യന്മാരെല്ലാവരും. കാരണം അവർക്കിത് മനസ്സിലായിട്ടില്ല. ഒന്നതുണ്ടാക്കാവുന്ന മെക്കാനിക്കൽ പ്രശ്നം, 2 ഇതിനകത്ത് നടന്ന സാമ്പത്തികമായ കൊള്ള. ഒരു എഥനോളും ചേർക്കാത്ത പെട്രോൾ തന്നെ നമ്മളെ ഊറ്റിക്കൊണ്ടാണ് പോകുന്നത്, അറിയാലോ. അതായത് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡിന് വില കുറയുമ്പോൾ റഷ്യ നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ യുദ്ധത്തിന് ശേഷം ഇത് തരുമ്പോൾ നമുക്ക് എത്ര പൈസ കുറച്ച് തരേണ്ടതാണ്? നമുക്ക് 80 രൂപ 90 രൂപയ്ക്ക് തരേണ്ട പെട്രോളാണ് 105 നമ്മളെ കൂടെ അടുപ്പിച്ചുകൊണ്ടിരുന്ന് ഓർക്കണം. ഇപ്പോൾ 110 എത്തിയിരിക്കുന്നു, 115 കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് യുദ്ധം കഴിഞ്ഞതിന് ശേഷം പലപ്പോഴായിട്ട് ക്രൂഡിൻ്റെ വില കുറഞ്ഞു. അതിൻ്റെ ഒരു നിരക്കുള്ള എന്ത് കിട്ടിയില്ല, നമുക്ക് ഗുണഫലം നമുക്കുണ്ടായിട്ടേ ഇല്ല. അത് മനസ്സിലാക്കിയിട്ടുള്ള ജനങ്ങളാണ് അതിൻ്റെ കൂടെ ഈ മോഷണം കൂടെ നടത്തുകയാണെന്ന് തിരിച്ചറിയുന്നത്. അത് ആളുകൾക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ പറയുക, സർക്കാരിന് ബുദ്ധി ഉണ്ടെങ്കിൽ ഒരു പ്രക്ഷോഭത്തിന് അവർ കാത്തു നിൽക്കരുത്. എന്താണ് ജനങ്ങൾക്കിടയിൽ സംഭവിക്കുന്നതെന്ന് സ്മെൽ ചെയ്യാൻ, സെൻസ് ചെയ്യാൻ ശേഷിയുള്ള ഭരണകൂടമാണെങ്കിൽ അടുത്ത പൊട്ടാൻ പോകുന്ന അഗ്നികുണ്ഡം ഇതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഈ പ്രശ്നം സെറ്റിൽ ചെയ്യണം. ഇല്ലെങ്കിൽ അത് വരും.
കാരണം ഈ എന്താണ് വിദ്യാഭ്യാസ മേഖലയിലെ ഈ പ്രശ്നം കഴിഞ്ഞ 4-5 വർഷമായിട്ട് നിരന്തരമായി ചോരുകയാണ്. 152 പരീക്ഷയുടെ എങ്ങാണ്ട് പേപ്പർ ചോർന്നു ഈ കാലത്തിനിടയ്ക്ക്. ആ ഒരു സില്ലി ഇഷ്യൂ ആണെന്ന് ഇവർ വിചാരിച്ചു, അത് കയ്യിൽ നിന്ന് പോയി. സമരം തുടങ്ങിയപ്പോൾ ഇവർ വിചാരിച്ചു പലതരം സമരങ്ങളുണ്ടായിട്ടുണ്ട്, അതുപോലെ JNU സമരത്തിൽ SFIക്കാരെ അടിച്ചൊതുക്കിയ പോലെ ഒതുക്കാം, നടന്നില്ല. അപ്പോൾ ഇത് ഇവർക്ക് ബുദ്ധിയുണ്ടെങ്കിൽ, ഒരു ഭരണകൂടം നൽകിയ ബുദ്ധിയുണ്ടെങ്കിൽ, ജനങ്ങളെ ഇപ്പോൾ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ബാധിച്ചിട്ടുള്ള പ്രശ്നം കാരണം അടിത്തട്ടുകാരെ അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുക. കാരണം അവർക്ക് എല്ലാ ദിവസവും രാവിലെ വണ്ടി കൊണ്ട് ആവശ്യമുണ്ട്. കച്ചവടത്തിന് പോകുന്ന ആളുകൾ, ഓഫീസിൽ പോകുന്ന ആളുകൾ, അങ്ങനെ പലതരത്തിൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ആ വണ്ടിയിലൂടെ വരുന്ന സംഗതികൾ വിൽക്കുന്ന ആൾക്കാർ, അങ്ങനെ പലതരത്തിൽ മനുഷ്യ ജീവിതവുമായിട്ട് അത്രയും ബന്ധിതമാണ് ഈ മോട്ടോർ വാഹന ഇടപാട്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ടെങ്കിൽ ഈ പ്രശ്നം അവസാനിക്കും. ഞങ്ങൾ ഇതിനകത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച ശേഷം, അതിൻ്റെ മെക്കാനിക്കൽ സംഗതികൾ, അതിൻ്റെ കോമ്പാറ്റബിലിറ്റി എല്ലാം പരിശോധിച്ച ശേഷം മാത്രമേ E20 ഇനി വിൽക്കുന്നുള്ളൂ എന്ന് പ്രഖ്യാപിക്കലാണ് സർക്കാരിൻ്റെ മുമ്പിലുള്ള മാർഗ്ഗം. അല്ലാതെ ഞങ്ങൾ E20 വിൽക്കുകയും ചെയ്യും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പൈസ വാങ്ങിക്കുകയും ചെയ്യും, ഞങ്ങൾ ഈ സമരത്തെ അടിച്ചൊതുക്കുകയും ചെയ്യുമെന്ന് വിചാരിച്ചാൽ സർക്കാർ ഇതിൻ്റെ ഒരു റിപ്പീറ്റേഷൻ കാണുമെന്ന് ഞാൻ പറയാം. ഇതിൻ്റെ പ്രശ്നം നേരത്തെ ബ്രസീലിലെ കാര്യം പറഞ്ഞില്ല. ബ്രസീലിൽ ഇഷ്ടമുള്ള സാധനം ഓപ്റ്റ് ചെയ്യാം. ഇഷ്ടമുള്ള സാധനം ഓപ്റ്റ് ചെയ്യുമ്പോൾ വിലയിലുണ്ട് വ്യത്യാസം. ഇവിടെ എന്താണ്? ഇവിടെ വിലയിൽ വ്യത്യാസമില്ല എന്ന് പ്രത്യേകം കാണേണ്ട കാര്യമാണ്. ഇഷ്ടമുള്ള സാധനം നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇവിടെയില്ല. വിലയിൽ ഒരു തരത്തിലുള്ള വ്യത്യാസവും അനുവദിക്കില്ല. ഇനി തന്നാലും കൂടിയ പൈസയ്ക്ക് തരൂ എന്ന് പ്രഖ്യാപിക്കുകയാണ്. എന്ന് വെച്ചാൽ മോഷ്ടിക്കണം, അത്ര ഉദ്ദേശമുള്ളൂ. നിങ്ങൾ ഈ സർക്കാരിൻ്റെ ഒരു ചരിത്രം, സമീപകാല ചരിത്രം എടുത്ത് നോക്ക്. സർക്കാർ ഈ വലിയ നാടിൻ്റെ നന്മയ്ക്ക്, കർഷകരുടെ രക്ഷയ്ക്ക്, രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് എന്നൊക്കെയുള്ള ടാഗ്ലൈനിൽ കൊണ്ടുവരുന്ന പരിപാടികൾ മിക്കതും ആരെ സഹായിക്കാനായിരിക്കും? വൻകിടക്കാരെ സഹായിക്കാനായിരിക്കും. കോർപ്പറേറ്റ് നികുതികൾ കൊടുക്കുന്നു. 1.5 ലക്ഷം കോടി കണ്ടാണ് കൊടുത്തത് കോർപ്പറേറ്റ് നികുതികൾ. എന്തിനാണ്? വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ, കോർപ്പറേറ്റുകൾ വന്ന് നാടിനെ ഹരിത സ്വർഗ്ഗ ഭൂമിയാക്കാൻ. എന്നിട്ട് എന്താ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ വന്നത്? എത്ര തൊഴിലവസരമാണ് ഉണ്ടായത്? തൊഴിലവസരമൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? നോട്ട് നിരോധനം കൊണ്ടുവന്നു, നാടിൻ്റെ രക്ഷയ്ക്കെന്നാണ് പറഞ്ഞത്. അവസാനം എന്താ സംഭവിച്ചത്? ആരതിന് നേട്ടം ഉണ്ടാക്കിയത്? നിങ്ങൾക്ക് ഡീപ്പായി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ആരതിന് നേട്ടം ഉണ്ടാക്കിയതെന്ന്. മനസ്സിലാക്കാൻ ഒരുപാടുമില്ല. അപ്പോൾ ഈ ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഇത്തരം പരിപാടികൾക്കെല്ലാം എന്താണ് പ്രത്യേകമായിട്ടുള്ള ലാഭം എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ നിതിൻ ഗഡ്കരിയുടെ മകൻ്റെ കമ്പനി 9 വർഷം കൊണ്ട് 12,000% വർധന, അസാധാരണമായ വർധന. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഷോപ്പിൽ പോയപ്പോൾ അദ്ദേഹം ട്രേഡിങ്ങിൽ ഭയങ്കര താല്പര്യമുള്ള കക്ഷിയാണ്. അദ്ദേഹം എന്നോട് വികാരാധീനായി പറയുകയാണ്, ഇത്രയും കാലത്തെ എൻ്റെ എക്സ്പീരിയൻസിനിടയ്ക്ക് അസാധാരണമായി ഇങ്ങനെ കുതിക്കുന്ന ഒരു കമ്പനി ഞാൻ കണ്ടിട്ടില്ല. അന്ന് ഞാൻ അവഗണിച്ചു വിട്ടു ഈ കമ്പനിയെ. ആ കമ്പനിയിൽ 10 ഷെയർ വാങ്ങിച്ചിട്ടിരുന്നെങ്കിൽ, 1 ലക്ഷം രൂപ ഷെയർ എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ആരായിരുന്നു? എനിക്ക് ഈ കട പോലും നടത്തേണ്ട കാര്യമില്ലായിരുന്നു. എന്തൊരു തട്ടിപ്പാണി നടക്കുന്നത്. അന്നുണ്ട് പ്ലാൻ. ഒരു കാര്യം നടപ്പിലാക്കാൻ തീരുമാനിക്കും. ഇലക്ട്രൽ ബോണ്ട് നടപ്പിലാക്കുന്നത് സുതാര്യതയ്ക്ക് വേണ്ടിയാണെന്ന് നടപ്പിലാക്കുമ്പോൾ നമുക്ക് പൈസ അടിക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ എഥനോൾ കൊണ്ടുവരാൻ പോകുന്നു, 2023 പ്ലാൻ ഉണ്ടാക്കുന്നു. 2026 ആകുമ്പോൾ നമ്മുടെ കമ്പനികൾക്കൊക്കെ എന്തുമാത്രം പൈസ ഉണ്ടാവണം, അതിൻ്റെ വരുമാനം എന്തുമാത്രം ഉയരണം, അതിൻ്റെ ഷെയർ എന്തുമാത്രം ഉയരണം എന്ന പ്ലാനുണ്ട്. ജനം അവിടെ കിടക്കും. ജനത്തോട് പല കാര്യങ്ങളും പറയാം. ഇപ്പോൾ പറയാണ് കർഷകരുടെ നേട്ടത്തിന് വേണ്ടി. കർഷകർക്ക് എന്ത് ഗുണം കിട്ടും? ഇതിൻ്റെ നേട്ടമൊത്തം ഉണ്ടാക്കാൻ പോകുന്ന ആരാണ്? ഇതിൻ്റെ പ്രോസസ്സിങ് കമ്പനികളാണ്, വലിയ മില്ലുകളാണ്. കർഷകരെന്ത് കിട്ടാൻ പോകണം? കർഷകരൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. ഇത് കർഷകരുടെ പേരേ പറഞ്ഞിട്ടുള്ളൂ. കർഷകരോട് എന്ത് സ്നേഹം? 3 ബില്ലുകൾ ഇവർ കൊണ്ടുവന്നിരുന്നു കർഷക നിയമത്തിൻ്റെ പേരിൽ. ആ ബില്ലുകൾ വന്നപ്പോൾ കർഷകരുടെ നേട്ടത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞു. പക്ഷേ ആത്യന്തികമായി വൻകിട കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയായിരുന്നു. BSNL എന്ന് പറഞ്ഞ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ തകർച്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതെന്തിനു വേണ്ടിയായിരുന്നു? വൻകിട എന്താണ് കമ്പനികൾക്ക് വേണ്ടിയാണ്. ആർക്ക് വേണ്ടിയല്ല? പിന്നെ സർക്കാർ ഒരു കമ്പനിക്ക്, ഓരോ കമ്പനിക്ക് വേണ്ടി ഓരോ പദ്ധതി നിലയ്ക്കുണ്ട്. അല്ലെങ്കിൽ സർക്കാർ കൊണ്ടുവന്ന പല വിധത്തിലുള്ള ഇത്തരം ഡ്രൈവുകൾ പലതും ആരെ സഹായിക്കാനാണ്? അപ്പോൾ അതുകൊണ്ട് നാട് നന്നാക്കാനാണെന്നൊരു പ്ലാനിൻ്റെ പേരിൽ കൊണ്ടുവരുന്ന ഈ പദ്ധതികളെ ഒന്നും നാം വിശ്വസിച്ചുകൂടാ. ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് സർക്കാർ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് വനനിയമത്തിൽ സർക്കാർ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാണ്? ഇതൊക്കെ വൻകിടക്കാർക്ക് സഹായം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതും ആത്യന്തികമായി മനസ്സിലാക്കേണ്ടത് കൊള്ളയടിക്കുക എന്ന ഉദ്ദേശമാണ് ഇതിനകത്തുള്ളത്. അതിൻ്റെ ലാഭം നേടുന്ന പ്രത്യേക വിഭാഗം ആൾക്കാരുണ്ട്. അത് തിരിച്ചറിയാൻ മനുഷ്യന്മാർക്ക് പറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ഇതുണ്ടാക്കുന്ന മെക്കാനിക്കൽ പ്രശ്നങ്ങൾ അവിടെ കിടക്കുകയാണ്. ഇതുണ്ടാക്കുന്ന മൈലേജ് ഇഷ്യൂ കിടക്കുകയാണ്. ഞാൻ വീണ്ടും പറയണം, മൈലേജ് ഇഷ്യൂ എന്ന് പറഞ്ഞാലേ അതായത് ആരെ നന്നാക്കാനാണ്? നാട് നന്നാക്കാനാണ്. നാടെന്ന് പറഞ്ഞാൽ ആരാണ്? ഇവിടെ ജീവിക്കുന്ന മനുഷ്യന്മാരാണ്. ഈ ജീവിക്കുന്ന മനുഷ്യന്മാരുടെ ഡെയിലി സ്പെൻഡിങ് കൂട്ടുകയാണ്. നിങ്ങൾ ഒരു 100 രൂപയ്ക്ക് അടിക്കുന്ന പെട്രോൾ കൊണ്ട് 10 കിലോമീറ്റർ പോകാമായിരുന്നു, ഇനി 8 കിലോമീറ്ററേ പോകാൻ പറ്റുള്ളൂ. ബാക്കി 2 കിലോമീറ്റർ നിങ്ങൾ വീണ്ടും കയ്യിൽ നിന്ന് പെട്രോൾ അടിക്കണം. നിങ്ങളുടെ സ്പെൻഡിങ് കൂടുകയാണ്. നിങ്ങളുടെ വണ്ടി ഏത് സമയത്ത് കംപ്ലൈൻ്റ് ആവാം, നിങ്ങളുടെ സ്പെൻഡിങ് കൂടുകയാണ്. അപ്പോൾ നാട്ടുകാരുടെ കയ്യിലുള്ള പൈസ ഇല്ല കുറയുന്നു. വണ്ടി നന്നാക്കാനും പെട്രോൾ അടിക്കാനും കുറയാണ്. അപ്പോൾ നാട്ടുകാരൻ്റെ എന്ത് കുറയാണ്? ബൈയിങ് കപ്പാസിറ്റി കുറയാണ്, ശേഷി കുറയാണ്. പിന്നെ നാട് നന്നാവുന്നത് മനസ്സിലായില്ല. ആര് നന്നാവുന്നതിനെ കുറിച്ച് പറയുന്നത്? നിതിൻ ഗഡ്കരിയുടെ മോൻ്റെ സിയാൻ അഗ്രോ എന്ന് പറഞ്ഞ കമ്പനി നന്നാവുന്നുണ്ട്. നാട്ടുകാർ ഇതിന് പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കണം, നാട്ടുകാർ ഇതിൻ്റെ കാർബറേറ്റർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആത്യന്തികമായി നാട് നന്നാക്കാന്നുള്ളതല്ല. അപ്പോൾ ഇപ്പോൾ ഇത് മറ്റേ സംഗതി അവിടെ കിടക്കുകയാണ്. ഇനിയും എന്ത് തരത്തിലുള്ള നരക നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് അതിൻ്റെ മേലെ കൂടെ ഇതിനെതിരെ എല്ലാം പാകിസ്ഥാൻകാരാണ് ഇവിടെ ഇതിനുള്ള പ്രശ്നമുണ്ടെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇനിയും മറികടക്കാൻ പറ്റുന്നില്ല. കാരണം ജനങ്ങൾ നമുക്ക് എല്ലാ സമഗ്രാധിപത്യ ഭരണകൂടങ്ങൾക്കും ആ അവസാന സമയമാകുമ്പോൾ അതിൻ്റേതായ റീസണുകളുണ്ടാവും. ജനങ്ങൾക്കിടയിൽ അൺപോപ്പുലർ ആവുന്നതിന്
കാരണം അവർ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കും. അവരുടെ ഓവർ കോൺഫിഡൻസ് കൊണ്ട് ഞങ്ങൾ എന്തായാലും തുടരും, അതിന് ഞങ്ങളുടെ വേറെ മാർഗ്ഗമുണ്ട് എന്ന ഓവർ കോൺഫിഡൻസ് കൊണ്ട് ഇപ്പുറത്ത് കുറേ ഉടായ്പകൾ ചെയ്തിട്ടുണ്ടാവും. അത് പിടിക്കപ്പെടുന്ന ഒരു സന്ദർഭം വരും. കാരണം മറ്റേത് മനുഷ്യൻ മടുക്കുമല്ലോ. ഇതിപ്പോൾ അതുകൊണ്ട് E20 കാര്യത്തിൽ ഞാൻ പറയാ, നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിൻ്റെ ഭരണകൂടത്തിന് ബുദ്ധി ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് സെറ്റിൽ ചെയ്യണം, ഇല്ലെങ്കിൽ അതിനവർ പേ ചെയ്യേണ്ടി വരും. യെസ്, എന്തായാലും ഈ എഥനോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള മൈലേജ് പ്രശ്നങ്ങൾ ഉണ്ടാകും, അല്ലാതെ വലിയ രീതിയിലുള്ള കേടുപാടുകളൊന്നും വണ്ടിക്കുണ്ടാകില്ല എന്നാണ് നിതിൻ ഗഡ്കരിയുടെ വാദം. എന്നാൽ അതല്ല വാസ്തവമെന്ന് ജനം തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ പ്രതിഷേധം, ഈ രോഷം അത് എത്ര കണ്ട കേന്ദ്ര സർക്കാരിനെതിരായ ശബ്ദമായി ഉയർന്നു വരും എന്നതാണ് ഇനി അറിയേണ്ടത്.